ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ് എന്ന 13ാമത്തെ ചാപ്റ്ററിൻ്റെ ലെറ്റസ് അസസ് എന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈറ്റോപ്ലാങ്ക്ടൺ, സൂപ്ലാങ്ക്ടൺ, ഫിഷ്, സീല്, ഷാർക്ക്. ഇതെന്താ തന്നിട്ടുള്ളത്? ഇതൊരു ഫുഡ് ചെയിൻ ആണ് അല്ലേ? ഒരു കടൽ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിയിലുള്ള ഫുഡ് ചെയിൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഫൈറ്റോപ്ലാങ്ക്ടൺ, സൂപ്ലാങ്ക്ടൺ, ഫിഷ്, സീല്, ഷാർക്ക്. ഓക്കെ, സോ ഇവിടെ ഒന്നാമത്തെ സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വിച്ച് ട്രോപ്പിക് ലെവൽ ഈസ് ദ സെക്കൻഡറി കൺസ്യൂമർ ഓഫ് ദിസ് ഫുഡ് ചെയിൻ ഇൻക്ലൂഡഡ്? ഈ ഒരു ഫുഡ് ചെയിനിലെ സെക്കൻഡറി കൺസ്യൂമർ ആരാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ഫൈറ്റോപ്ലാങ്ക്ടൺ എന്ന് പറയുമ്പോൾ ദേ ആർ സിമിലർ ടു വാട്ടർ പ്ലാന്റ്സ് അല്ലേ? വെള്ളത്തിലുള്ള പ്ലാന്റ്സ് പോലെയാണ് ഫൈറ്റോപ്ലാങ്ക്ടൺ. അപ്പോൾ അവർ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഫോട്ടോസിന്തസിസിലൂടെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അവർ പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇനി സൂപ്ലാങ്ക്ടൺസ് എന്ന് പറയുമ്പോൾ ഈ ഫൈറ്റോപ്ലാങ്ക്ടൺസിനെ ഡയറക്റ്റ്ലി ഭക്ഷിക്കുന്നവരാണ്. സോ അവരാണ് പ്രൈമറി കൺസ്യൂമേഴ്സ്. ഇനി ഫിഷ് എന്താ ചെയ്യുന്നത്? ഫിഷ് ഈ സൂപ്ലാങ്ക്ടൺസിനെ കൺസ്യൂം ചെയ്യുന്നു. സോ ഫിഷ് ആരാണ്? സെക്കൻഡറി കൺസ്യൂമർ ആണ്. മനസ്സിലായല്ലോ? സോ ഈ ഫുഡ് ചെയിനിലെ സെക്കൻഡറി കൺസ്യൂമർ ഫിഷ് ആണ്. ഇനി ഈ ഫിഷ് ഏത് ട്രോപ്പിക് ലെവലിലാണ് വരുന്നത്? ഫൈറ്റോപ്ലാങ്ക്ടൺ ഫസ്റ്റ് ട്രോപ്പിക് ലെവലിൽ വരുന്നു, സൂപ്ലാങ്ക്ടൺ സെക്കൻഡ് ട്രോപ്പിക് ലെവലിൽ വരുന്നു, ഫിഷ് തേർഡ് ട്രോപ്പിക് ലെവലിൽ വരുന്നു. സോ ഫിഷ് ഇവിടെ സെക്കൻഡറി കൺസ്യൂമർ ആണ്. ഏത് ട്രോപ്പിക് ലെവലിലാണ് വരുന്നത്? തേർഡ് ട്രോപ്പിക് ലെവലിലാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻ നോക്കാം. റീറൈറ്റ് ദ ഫുഡ് ചെയിൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഓർഗാനിസം ഇൻ ദ തേർഡ് ട്രോപ്പിക് ലെവൽ ഫിഗേഴ്സ് ഇൻ ദ സെക്കൻഡ് ട്രോപ്പിക് ലെവൽ. അതായത് സെക്കൻഡറി കൺസ്യൂമർ ആയിട്ടുള്ള തേർഡ് ട്രോപ്പിക് ലെവലിൽ വരുന്ന ഫിഷ് സെക്കൻഡ് ട്രോപ്പിക് ലെവലിൽ വരുന്ന രീതിയിൽ നമ്മൾ ഈ ഫുഡ് ചെയിനിനെ റീറൈറ്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ഫൈറ്റോപ്ലാങ്ക്ടൺ, സൂപ്ലാങ്ക്ടൺ എന്നീ ലിങ്ക് മാറ്റിയിട്ട് നമുക്കതിന് പകരം എന്ത് കൊടുക്കാം? ആൽഗെ എന്ന് കൊടുക്കാം. ആൽഗെ കഴിഞ്ഞിട്ട് എന്ത് വരും? ഫിഷ് വരും. അതായത് ആൽഗേസിനെ ഫിഷ് ഡയറക്റ്റ്ലി ഫീഡ് ചെയ്യുന്നു. ആൽഗെ ഫോട്ടോസിന്തസിസിലൂടെ സ്വന്തമായിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ആൽഗെ ആണ് പ്രൊഡ്യൂസേഴ്സ്, ഫിഷ് പ്രൈമറി കൺസ്യൂമർ ആണ്. ഫിഷിനെ ഇനി ആര് ഫീഡ് ചെയ്യും? ഫിഷിനെ ഡക്ക് ഫീഡ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു ഫുഡ് ചെയിനെ നമ്മൾ റീറൈറ്റ് ചെയ്തു. ഏത് രീതിയിൽ? ഇവിടെ തേർഡ് ട്രോപ്പിക് ലെവലിൽ വരുന്ന ഫിഷ് ഈ കേസിൽ വന്നപ്പോൾ എന്തായി? സെക്കൻഡ് ട്രോപ്പിക് ലെവലിലാണ് വരുന്നത്. ആൽഗെ, ഫിഷ്, ഫിഷിനെ ആര് ഫീഡ് ചെയ്യും? ഡക്ക് ഫീഡ് ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. താഴെ വീണ്ടും രണ്ട് സബ് ഡിവിഷൻസിലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഓഡ് വൺ കണ്ടുപിടിക്കണം. നമ്മൾ ആൻസർ ജസ്റ്റിഫൈയും ചെയ്യണം. ഓക്കെ, ആദ്യത്തെ സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വാഗ, മലബാർ സിവറ്റ് കാറ്റ്, നീൽഗിരി താർ, ലയൺ ടെയിൽഡ് മക്കാക്ക്. സോ ഇതിൽ ഓഡ് വൺ ഏതാണ്? നമുക്കറിയാം മലബാർ സിവറ്റ് കാറ്റും അതേപോലെ നീൽഗിരി താർ, ലയൺ ടെയിൽഡ് മക്കാക്ക് ഇവരെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ഓർഗാനിസംസ് ദാറ്റ് ആർ ഓൺ ദ വേർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അവർ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടില്ല, പക്ഷേ എക്സ്റ്റിങ്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഭയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓർഗാനിസംസ് ആണ് ഇവരെല്ലാം. മലബാർ സിവറ്റ് കാറ്റും നീൽഗിരി താറും ലയൺ ടെയിൽഡ് മക്കാക്ക് ഈ മൂന്ന് ഓർഗാനിസംസും ഏത് കാറ്റഗറിയിൽ വരുന്നു? ദേ ആർ ഓൺ ദ വേർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ. എന്നാൽ ക്വാഗ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ക്വാഗ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ഇന്ന് ഈ ഭൂമിയിൽ ക്വാഗ ഇല്ല, ശരിയല്ലേ? ക്വാഗ മാത്രമാണോ? അല്ല, നമ്മൾ ഏതൊക്കെ പഠിച്ചിരുന്നു? ക്വാഗ, ഡോഡോ, അതേപോലെ പാസഞ്ചർ പീജിയൻ ഈ മൂന്ന് ഓർഗാനിസംസും എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻ ഏതാണ്?
ഇരവികുളം, മതികെട്ടാൻ ശോല, പെരിയാർ, സൈലന്റ് വാലി. ഇതിലേതാണ് ഓഡ് വൺ? പെരിയാർ ആണ് ഓഡ് വൺ. എന്തുകൊണ്ടാണ്? പെരിയാർ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. എന്നാൽ ഇരവികുളം, മതികെട്ടാൻ ശോല, സൈലന്റ് വാലി ഇതെല്ലാം എന്താണ്? നാഷണൽ പാർക്സ് ആണ് അല്ലേ. സോ ഇവിടെ ഓഡ് വൺ പെരിയാർ ആണ്. ക്ലിയർ ആയല്ലോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൻ ബിലോ ആൻഡ് റീറൈറ്റ് ഇഫ് ദർ ആർ എറേഴ്സ്. അതായത് താഴെ 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക. സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണെങ്കിൽ നോ പ്രോബ്ലം, അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. ഇനി സ്റ്റേറ്റ്മെന്റ്സിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ റെഡ് ഡാറ്റ ബുക്ക്. നമ്മൾ ചാപ്റ്റർ പഠിച്ചപ്പോൾ എന്താണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പഠിച്ചിരുന്നു അല്ലേ. എന്താണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്? ഇൻ റെഡ് ഡാറ്റ ബുക്ക് എൻഡേഞ്ചേർഡ് ഓർഗാനിസംസ് ആർ ഇൻക്ലൂഡഡ് അല്ലേ. എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ റെഡ് ഡാറ്റ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്പീഷീസിനെ അല്ല. സോ ഈ സ്റ്റേറ്റ്മെന്റിന്റെ എറർ മനസ്സിലായല്ലോ. റെഡ് ഡാറ്റ ബുക്ക് ഇൻക്ലൂഡ്സ് എൻഡേഞ്ചേർഡ് ഓർഗാനിസംസ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? WWF is an organization working with the objective of protection of biodiversity. ഓക്കെ, ശരിയാണ്. WWF എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഇറ്റ് പ്രിവെൻറ്റ്സ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് പൊല്യൂഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? ജീൻ ബാങ്ക്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ situ കൺസർവേഷൻ. ശരിയാണോ തെറ്റാണോ? അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. നമ്മൾ 2 തരം കൺസർവേഷൻസ് പഠിച്ചു, ഇൻ situ കൺസർവേഷനും ex situ കൺസർവേഷനും. എന്താണ് ഇൻ situ കൺസർവേഷൻ? ഒരു ഓർഗാനിസത്തിനെ അതിൻ്റെ സ്വന്തമായ ഹാബിറ്റാറ്റിൽ നമ്മൾ കൺസേർവ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഇൻ situ കൺസർവേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ ഇൻ situ കൺസർവേഷൻ ആണ്. അവരുടെ തന്നെ സ്വാഭാവികമായ ഹാബിറ്റാറ്റിൽ നമ്മൾ അവരെ കൺസേർവ് ചെയ്യുന്നു. എന്നാൽ ജീൻ ബാങ്ക് എന്ന് പറയുമ്പോൾ വേറെ ഒരു സ്ഥലത്താണ് നമ്മൾ ജീൻസിനെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ അതെന്താണ്? എക്സ് situ കൺസർവേഷനിലാണ് വരുന്നത്. ജീൻ ബാങ്ക്സ് മാത്രമല്ല, ജീൻ ബാങ്ക്, സീഡ് ബാങ്ക്സ്, അതേപോലെ സ്പേം ബാങ്ക്സ്, പിന്നെ എന്താണ് സൂ, ഇതെല്ലാം എക്സ് situ കൺസർവേഷന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആയല്ലോ. സോ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്, ബാക്കി രണ്ടും തെറ്റായിരുന്നു. അതിന് നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതി. ക്ലിയർ ആയല്ലോ. സോ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ക്ലിയറായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. സോ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.